الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم أنزله المقعد المقرب عندك يوم القيامة يا رب العالمين. جزا الله عنا نبينا وسيدنا وحبيبنا ومصطفانا محمدا صلى الله عليه وسلم وأصحابه بما هم له أهل يا أرحم الراحمين. اللهم اجعل نبيك لنا فرطا واجعل حوضه لنا موردا. اللهم إنا نسألك بحق الفاتحة المعظمة وسبع المثاني أن تفتح لنا كل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك بأهل الخير وأن تحفظنا في ديننا وأنفسنا وأهلنا وعيالنا وفي جميع ما أعطيتنا من كل فتنة وبوس وضير إنك معط لكل خير ومتفضل بكل خير يا أرحم الراحمين. اللهم إنا نسألك مما عندك وأفض علينا من فضلك وانشر علينا من رحمتك وأنزل علينا من بركاتك يا رب العالمين. اللهم أنزل علينا من بركاتك يا رب العالمين. اللهم أنزل علينا من بركاتك يا رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا فينا ولا معنا شقيا ولا مطرودا ولا محروما يا رب العالمين. റഹമുർ-റഹീമായ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, കരുണയുള്ള അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ അല്ലാഹു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ പറഞ്ഞു സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് സന്തോഷമായി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹു. അതിനുതകുന്ന ജീവിതം ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് ചെയ്യണേ. റഹമുർ-റഹീമായ അല്ലാഹുവേ, നോമ്പ് മുറിക്കുന്നതിന് മുമ്പുള്ള ദുആ നീ തള്ളില്ലെന്ന് നിന്റെ ഹബീബിന്റെ വാഗ്ദാനമാണ് അല്ലാഹു. അതിൽ പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങൾ നിന്റെ മുമ്പിൽ കൈനീട്ടുന്നു അല്ലാഹു. പടച്ചവനെ, സാധുക്കളായ പാവങ്ങളായ ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹു. ഞങ്ങളുടെ നോമ്പിലും നമസ്കാരത്തിലും ഓതലുകളിലും ഒക്കെ വീഴ്ചകളുണ്ടെന്നറിയാം അല്ലാഹു. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് ഞങ്ങളുടെ പാവങ്ങളെക്കാൾ എത്ര വിശാലമാണ് അല്ലാഹു. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങളുടെ ഇബാദത്തുകളെക്കാൾ എത്ര വിശാലമാണ് അല്ലാഹു. നീ അതെല്ലാം മാപ്പാക്കി തരണേ അല്ലാഹുവേ. ആ വീഴ്ചകളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ലാഹു. നീ മാപ്പാക്കി തരണേ അല്ലാഹു. റഹമുർ-റഹീമായ അല്ലാഹു, ഞങ്ങൾ ഓതിയ സൂറത്ത് യാസീൻ, ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ, അല്ലാഹുവേ, ഹാഫിദീങ്ങൾ വെളിവെച്ചിരിക്കുന്ന ഖത്തമുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹു. അതിന്റെ എല്ലാം മിസ്ല സവാബ് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരു ഹദറത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹു. മുഴുവൻ അമ്പിയാക്കൾ മുർസലീങ്ങൾ തിരു ഹദറത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹു. ഞങ്ങളുടെ ഉമ്മ ഖദീജത്തുൽ കുബ്രാന്റെ തിരു ഹദറത്തിൽ എത്തിച്ചു കൊടുക്കണം. മുഴുവൻ സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഹ്ലു ബൈത്തുകൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ, മുഅർരിഖീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, നിന്റെ ഔലിയാക്കന്മാർ, ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളുടെ ഭാനിമാർ, ഞങ്ങളുടെ ഉസ്താദന്മാർ, മശായിഖീങ്ങൾ, അല്ലാഹു ദീനെത്താൻ, ദീനിന്റെ ഇൽമത്താൻ, നിന്റെ ഹബീബ് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആരെല്ലാം കാരണക്കാരായ അവരുടെ എല്ലാം ഖബറിൽ നിന്റെ മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കുക. അവർക്കെല്ലാം ഞങ്ങളെ തൊട്ട് അല്ലാഹു നീ അഫ്ദലിൽ ജസാ പ്രദാനം ചെയ്യണേ അല്ലാഹു. അഫ്ദലിൽ ജസാ പ്രദാനം ചെയ്യണേ അല്ലാഹു. ഞങ്ങൾ സാധുക്കളാണെങ്കിലും പാവികളാണെങ്കിലും അല്ലാഹു, അവരോടൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് അല്ലാഹു. അതുകൊണ്ടെങ്കിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹു. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് അല്ലാഹു. ഞങ്ങളുടെ ദുആയെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹു. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹു, ഞങ്ങളെ എല്ലാം നിന്റെ ഈ വഴിയിൽ പറഞ്ഞു വിട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ
അവരിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവരെയും നിനക്കറിയാമല്ലാ. ആരെല്ലാം എവിടെല്ലാം അടങ്ങിയിരിക്കുന്നു അതും നിനക്കറിയാമല്ലാ. അവരുടെ എല്ലാം ഖബറിൽ അള്ളാഹു നിന്റെ ബിസിനസ് സവാബ് നീ എത്തിച്ചു കൊടുക്കണ്ട. റഹമുറാഹിമായ അള്ളാഹു ഞങ്ങളുടെ ഉസ്താദന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരെയും നിനക്കറിയാമല്ലാ. പടച്ചവനെ അവരുടെ എല്ലാം ഖബറിൽ എത്തിച്ചു കൊടുക്കുന്നു. പടച്ചവനെ ഇതുപോലെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നതിന് കാരണക്കാരനായ അള്ളാഹു ബഹുമാനപ്പെട്ട ഡോക്ടർ അവരുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മരുമകന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കുന്ന പടച്ചവനെ അബ്ദുൽ ഷക്കൂർ ഉസ്താദിന്റെ ഉമ്മായുടെയും പാപ്പയുടെയും ഖബറിൽ നീ എത്തിച്ചു കൊടുക്കുന്ന റഹമുറാഹിമായ അള്ളാഹു സ്ഥാപനത്തെ ആരെല്ലാം സ്നേഹിക്കുന്നു, ആരെല്ലാം ഇതിനുവേണ്ടി ഹദിയകൾ ചെയ്യുന്നു, വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാം ഖബറിൽ എത്തിച്ചു കൊടുക്കുന്നു. പടച്ചവനെ മുത്തഅല്ലിമീങ്ങളുടെ ദുആയ്ക്ക് വലിയ ഇജാബത്തുണ്ടെന്ന് കരുതിയ പാപങ്ങൾ അള്ളാഹു ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഖുർആൻ ഓദിച്ചു. അള്ളാഹു അവരുടെ മർഹൂമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. അള്ളാഹു അവരുടെ ആഗ്രഹം നീ സഫലമാക്കി കൊടുക്കണേ അള്ളാഹു. അവരുടെ പ്രതീക്ഷ നീ സഫലമാക്കി കൊടുക്കണേ അള്ളാഹു. അവരുടെ എല്ലാം ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ അള്ളാഹു. അവരുടെ എല്ലാം ഖബറിൽ നീ സ്വർഗത്തിലെ ഭക്ഷണങ്ങളും പാനീയങ്ങളും വിരിപ്പുകളും സുഗന്ധദ്രവ്യങ്ങളും നൽകി നീ അവരെല്ലാം ആദരിക്കണേ അള്ളാഹു. അവരുടെ ഖബറിലേക്ക് അള്ളാഹുവേ സ്വർഗത്തിന്റെ വാസനകൾ നീ, സ്വർഗത്തിലെ വാതിൽ നീ തുറന്നു കൊടുക്കണമേ അള്ളാഹു. പടച്ചവനെ ഇവിടെ ഉസ്താദന്മാരിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു. ഭാര്യ മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു. കുഞ്ഞു മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു. എല്ലാവരെയും നിനക്കറിയാം അള്ളാഹു. അവർക്കെല്ലാം അള്ളാഹു നീ എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കല്ലാഹു. നാളെ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹൗദുൽ കൗസറുകൾ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു. അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് അള്ളാഹു ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തന്നെ അള്ളാഹു. പടച്ചവനെ ഈ സ്ഥാപനത്തിന് കല്ലിട്ട ഷെയ്ഖ് അബ്ദുള്ള ഹസൻ മൗലാന അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കുന്ന അള്ളാഹു. അതോടൊപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ഷെയ്ഖുന ചന്ദ്രൻ ഉസ്താദ്, അബ്ദുൽ മജീദ് ഉസ്താദ്, അവരുടെ എല്ലാം ഖബറിൽ എത്തിച്ചു കൊടുക്കുക. ഡോക്ടറുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കുക. ഈ സ്ഥാപനവുമായിട്ട് ആരെല്ലാം ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ എല്ലാം ബന്ധപ്പെട്ടവരുടെ ഖബറുകളിൽ എത്തിച്ചു കൊടുക്കുക. പടച്ചവനെ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുക. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുക. പടച്ചവനെ അർഹമുറാഹിമായ അല്ലാഹു, മാരകമായ രോഗങ്ങളുണ്ട്, കീറിമുറിക്കേണ്ട രോഗങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹു. ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹു. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഗുണകാംക്ഷികൾ, അയൽവാസികൾ, അല്ലാഹു ഒരു തുള്ളി വെള്ളം കൊണ്ടെങ്കിലും, ഒരു കാരക്ക ഉണ്ടെങ്കിലും, ഒരു നല്ല വാക്കുണ്ടെങ്കിലും, ഒരു സലാമു ഉണ്ടെങ്കിലും, ആരെല്ലാം എവിടെ വെച്ചെല്ലാം ഞങ്ങൾക്ക് ഗുണകാംക്ഷികളായിട്ടുണ്ടോ, സഹായികളായിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ, അല്ലാഹു അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുക. അവരെയോ ഞങ്ങളെയോ നീ ഒരുവിധമായ പരീക്ഷണങ്ങളിലും കൊടുക്കല്ലേ അല്ലാഹു. നീ കൊടുക്കല്ലേ അല്ലാഹുവേ, നീ കൊടുക്കല്ലേ അല്ലാഹുവേ. ഞങ്ങൾ പലരുടെയും ഭാര്യമാർ, അതുപോലെ മക്കൾ, മാതാപിതാക്കൾ രോഗികളായി കഴിയുന്നുണ്ട് അല്ലാഹു. എല്ലാവരെയും നിനക്കറിയാം അല്ലാഹു. അവർക്കെല്ലാം നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക. പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക. അല്ലാഹു നിന്റെ ദീനിന്റെ ഇശാഅത്ത് തദ്രീസ് ദഅവത്തിന് വേണ്ടി ഓടി നടക്കുന്ന നിങ്ങളുടെ ഉസ്താദുകളുടെ ഭാര്യയ്ക്ക് അല്ലാഹു നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക. ആഫിയത്ത് കൊടുക്കുക അല്ലാഹു. കുറച്ചുപോലെ രോഗങ്ങൾ വരുത്തുന്നവൻ നീയാണ് അല്ലാഹു. അത് മാറ്റാനും നിനക്ക് മാത്രമേ കഴിവുള്ളൂ അല്ലാഹു. അല്ലാഹു നിന്റെ ഹബീബ് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ചികിത്സിക്കുന്നു അല്ലാഹു. ഒരു മരുന്നിനും ഒരു ഗുളികയ്ക്കും ഒരു കഴിവുമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അല്ലാഹു. എല്ലാ രോഗികൾക്കും അല്ലാഹു നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കുക. അടുത്തവനെ ഇരിക്കുന്ന മക്കളെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹു. ഒരു പാപങ്ങളും ചെയ്തിട്ടില്ലാത്ത, ഒരു തക്ലീഫും ഇല്ലാത്ത മക്കളാണ് അല്ലാഹു. അവര് നിന്റെ കലാം ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലാഹു. അവർക്കെല്ലാം നീ ഉയർന്ന പദവി നൽകുക അല്ലാഹു. ദീനിയായ, ദുന്യവിയായ, ഉഖ്റവിയായ എല്ലാ ഖൈറുകളും ബറക്കത്തുകളും നീ അവർക്ക് നൽകുക അല്ലാഹു.
അവരെല്ലാം നിന്റെ ദീനിന്റെ വിഷയത്തിൽ, ദീനിന്റെ വഴിയിൽ, ദീനിന്റെ ഇഷാഅത്തിന്റെ തദ്രീസിന്റെ ദഅവത്തിന്റെ വഴിയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നത് കാണാൻ, കേൾക്കാൻ, അവരെക്കുറിച്ച് നല്ലത് മാത്രം അറിയാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം. ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലെയും എല്ലാ മുത്തഅല്ലിമീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹു. നീ സ്വീകരിക്കണേ അല്ലാഹു. അവർക്ക് എല്ലാ ഖൈറുകളും നീ നൽകണേ അല്ലാഹു. എല്ലാ നന്മകളും നൽകണേ അല്ലാഹു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാപ്പകൽ ഓടി നടക്കുന്ന ഈ ഉസ്താദന്മാരെ നീ സ്വീകരിക്കുക. അവരുടെ പ്രയത്നങ്ങൾക്ക് നീ ഉയർന്ന പ്രതിഫലം നൽകുക. സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ ഖാദിമീങ്ങളെയും നീ സ്വീകരിക്കുക. അടുത്തോടെ ഈ നാട്ടിനെ നീ അനുഗ്രഹിക്കുക. ഈ പള്ളിയിൽ വരുന്ന എല്ലാ സഹോദരങ്ങളെയും അല്ലാഹു നീ സ്വീകരിക്കുക. അവരുടെ കുടുംബാദികളെ നീ സ്വീകരിക്കുക. അല്ലാഹു ഈ സ്ഥാപനത്തിന്റെ ചുറ്റുപാടും താമസിക്കുന്ന നാനാജാതി മതസ്ഥർ എല്ലാവർക്കും നീ എല്ലാ ദുന്യവിയായ ഖൈറുകളും നീ ചെയ്യുക. അല്ലാഹു രോഗങ്ങളിൽ നിന്ന് കാവലാക്കുക. അപകടങ്ങളിൽ നിന്ന് കാവലാക്കുക. നീ സംരക്ഷിക്കുക. മുകളിൽ നിന്നും താഴെ നിന്നും വലത് നിന്നും ഇടത് നിന്നും മുമ്പിൽ നിന്നും പുറകിൽ നിന്നും നീ അവരെയും ഞങ്ങളെല്ലാം നീ സംരക്ഷിക്കുക. അടുത്തവരെ നാട്ടിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണേ. ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുവാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകുക. ഞങ്ങളെല്ലാം ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സന്തോഷമായി കഴിയുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കുക. ഇവിടെയുള്ള സന്തോഷമെല്ലാം നീ നിലനിർത്തണേ അല്ലാഹു. നിലനിർത്തണേ അല്ലാഹു. എല്ലാവർക്കും എല്ലാ നന്മകളും നീ നൽകണേ അല്ലാഹു. എല്ലാവർക്കും എല്ലാ നന്മകളും നീ നൽകണേ അല്ലാഹു. അടുത്തവനെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു നീ ഹിദായത്ത് നൽകുക അല്ലാഹു. നീ അവർക്ക് ഹിദായത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ അവർക്ക് ഹിദായത്ത് നൽകുക അല്ലാഹു. ഇല്ല എങ്കിൽ ഞങ്ങളുള്ള ശത്രുത അവരുടെ മനസ്സിൽ നീ മാറ്റിക്കൊടുക്കുക. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുക. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ്. അർഹമുർ-റഹീമായ അല്ലാഹു, പ്രസവനെ കരുണയുള്ള അല്ലാഹു, ഈ റമദാൻ മാസത്തിൽ അല്ലാഹു നീ കോടാനുകോടികളെ നരകത്തിൽ നിർത്തുകയുമല്ലോ അല്ലാഹു, മോചിപ്പിക്കുമല്ലോ അല്ലാഹു. ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സാധുക്കളായ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഉസ്താദന്മാരെയും ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളുടെ ഭാര്യമാരെയും അല്ലാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ പേരെയും അവരുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെയും ഞങ്ങളുടെ ഉസ്താദന്മാർ ഞങ്ങളുടെ ഗുണകാംക്ഷികൾ എല്ലാവരെയും അല്ലാഹു ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് ആഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ പറയാനുണ്ട് അല്ലാഹു. പ്രസവനെ നോമ്പ് മുറിക്കുന്നതിന് മുമ്പുള്ള ദുആ നീ സ്വീകരിക്കുമെന്നാണല്ലോ അല്ലാഹു. നിന്റെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് അല്ലാഹു. നീ അല്ലാതെ ഞങ്ങൾക്ക് ഒരു റബ്ബില്ല അല്ലാഹു. ഞങ്ങൾ നിന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലാഹു. നിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളൂ അല്ലാഹു. ഞങ്ങൾക്ക് ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ അല്ലാഹു. ഞങ്ങൾ പലർക്കും പല ആഗ്രഹങ്ങളുള്ളവരാണ് അല്ലാഹു. നീ അതെല്ലാം സാധിച്ചു കൊടുക്കുക അല്ലാഹു. നീ സാധിച്ചു കൊടുക്കുക അല്ലാഹു. മക്കളില്ലാത്ത പാവങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകുക. ഒരുപാട് തവണ നിന്റെ മുമ്പിൽ കരുതിയിട്ടുണ്ട് അല്ലാഹു. പടച്ചവനെ പക്ഷേ പ്രതീക്ഷ ഇട്ടിട്ടില്ല അല്ലാഹു. വീണ്ടും ഞങ്ങൾ നിന്നോട് പ്രതീക്ഷയോടുകൂടി ചോദിക്കുന്നു അല്ലാഹു. ഞങ്ങളുടെ മദ്രസയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും അല്ലാഹു ഞങ്ങളുടെ മക്കളിൽ പലർക്കും സന്താനങ്ങളില്ല അല്ലാഹു. അവർ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ചിരിച്ചും കളിച്ച് നടക്കുന്നെങ്കിലും അവരുടെ ഉള്ളു നീറുന്നു, അവരുടെ മനസ്സ് നീറുന്നുണ്ട് അല്ലാഹുവേ. നീ ആ നീറ്റൽ അറിയുന്നവനാണ് അല്ലാഹുവേ. പടച്ചവനെ മക്കളില്ല നിന്റെ വേദന അറിയുന്നവനാണ് അല്ലാഹു. പടച്ചവനെ നിന്നോട് അപേക്ഷിക്കുന്നു അല്ലാഹു. ഞങ്ങളുടെ പാപങ്ങളിലേക്ക് നോക്കാതെ ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കുക. സന്താനങ്ങളില്ലാത്ത സഹോദരങ്ങൾക്ക് മക്കൾക്ക് നീ എത്രയും വേഗം അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുക. ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം അല്ലാഹു. നീ ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം അല്ലാഹു. പടച്ചവനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണം അല്ലാഹു. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കണം അല്ലാഹു. പടച്ചവനെ ഭാര്യ മക്കളെ കൊണ്ട് അല്ലാഹു എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹു. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹു. പടച്ചവനെ പരിശുദ്ധമായ റമദാൻ മാസം ഞങ്ങളിൽ നിന്ന് യാത്ര പറയുമ്പോൾ അല്ലാഹു പാപങ്ങളിൽ നിന്ന് മോചിതരായി സന്തോഷമായിട്ട് മാസത്തെ യാത്ര അയക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹു. പടച്ചവനെ കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം നോമ്പ് പിടിച്ച പെരുന്നാൾ കൂടിയ തറാവീഹ് നമസ്കരിച്ച പലരും ഞങ്ങളോടൊപ്പം ഇന്നില്ല അല്ലാഹു. അവർക്കെല്ലാം നീ വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുക അല്ലാഹു. അടുത്ത വർഷം ഈ റമദാൻ വരുമ്പോൾ ആരെല്ലാം കാണുമെന്ന് നിനക്ക് മാത്രം അറിയാം അല്ലാഹു. എല്ലാവർക്കും നീ ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് കൊടുക്കുക.
ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് അള്ളാഹു ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ അള്ളാഹു. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാറുണ്ട് അള്ളാഹു. ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് അള്ളാഹു. എല്ലാം നീ അറിയുന്നവരാണ് അള്ളാഹു. എല്ലാം നീ സാധിച്ചു തരണേ അള്ളാഹു. പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ബറക്കത്തോടെ അള്ളാഹു, ഖുർആൻ ഷരീഫിന്റെ ബറക്കത്തോടെ എല്ലാം സാധിക്കണേ അള്ളാഹു. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഖൈറുകൾ നിന്നോട് ചോദിച്ചു അതെല്ലാം ഞങ്ങളും ചോദിക്കുന്നു. എന്തെല്ലാം ഷർറിൽ നിന്ന് അവിടുന്ന് നിന്നോട് അഭയം തേടിയോ അതിൽ നിന്നെല്ലാം ഞങ്ങളും നിന്നോട് അഭയം തേടുന്നു അള്ളാഹു. പ്രസവനം ഞങ്ങളുടെ കുറെ സഹോദരങ്ങൾ മാസങ്ങളായി അള്ളാഹു, അവർക്ക് നോമ്പാണ് അള്ളാഹു. അവർക്ക് നോമ്പ് മുറിക്കാൻ ഒന്നുമില്ല അള്ളാഹു. അവരുടെ കാര്യത്തിൽ നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഒന്നും അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അള്ളാഹു. നീ വലിയ ഹക്കീമാണല്ലോ അള്ളാഹു. നീ അവരുടെ കാര്യത്തിൽ ഒരു ഖൈറായ തീരുമാനമെടുക്കും അള്ളാഹു. നീ ഒരു ഖൈറായ തീരുമാനമെടുക്കും അള്ളാഹു. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ അറിയുന്നവരാണല്ലോ അള്ളാഹു. അവരെ നീ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അള്ളാഹു. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരെല്ലാം നീ ശുഹദാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കൂ അള്ളാഹു. പരിക്കേറ്റ് ബുദ്ധിമുട്ടുകൾ എന്നവരെ നീ നിന്റെ അരികിലേക്ക് അങ്ങ് വിളിക്കൂ അള്ളാഹു. അള്ളാഹു നീ അവരെ സഹായിക്കല്ലാഹു. നീ അവരെ സഹായിക്കല്ലാഹു. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അള്ളാഹു. നിന്റെ മുമ്പിൽ പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അള്ളാഹു. അർഹമുർറാഹിമായ അള്ളാഹു, എവിടെല്ലാം ഈ ഉമ്മത്തുകൾ ബുദ്ധിമുട്ടുന്നു അവിടെല്ലാം നീ അവർക്ക് അള്ളാഹു സന്തോഷം നൽകല്ലാഹു, സമാധാനം നൽകല്ലാഹു. ഞങ്ങളുടെ പള്ളികളെ, ഞങ്ങളുടെ മദ്രസകളെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, ഞങ്ങളുടെ സ്വത്തുക്കളെ, ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാം നീ സംരക്ഷിക്കൂ അല്ലാഹു. ഞങ്ങളുടെ സ്ത്രീകളുടെ അഭിമാനങ്ങളെ കാക്കല്ലാഹു. നീ കാക്കല്ലാഹു. നിന്നിൽ അഭയം പഠിച്ചവനെ നിന്നിലേക്ക് മടങ്ങാൻ നീ തൗഫീഖ് അല്ലാഹു. നിന്നെ കൊണ്ട് മാത്രമേ സഹായം നടക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് അല്ലാഹു. നിന്നിലേക്ക് കൂടുതൽ എടുക്കാൻ, നിന്റെ ഹബീബിന്റെ സുന്നത്തുകളിലേക്ക് എടുക്കാൻ നീ തൗഫീഖ് അല്ലാഹു. പ്രസവനെ റബ്ബാൻ ഞങ്ങൾക്ക് അനുകൂലമായി നിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കണം. اللهم اغفر لجميع حينا وميتنا وشاهدنا وغائبنا وذكرنا وانسانا. اللهم من احييته منا فاحيه على الاسلام ومن توفيته منا توفه على الايمان يا رب العالمين. اللهم اغفر امه محمد صلى الله عليه وسلم. اللهم ارحم امه محمد صلى الله عليه وسلم. اللهم انصر امه محمد صلى الله عليه وسلم. اللهم تجاوز عن امه محمد صلى الله عليه وسلم. اللهم انا نسالك من الخير ما سالك منه عبدك ونبيك وحبيبك محمد صلى الله عليه وسلم، ونعوذ بك من الشر ما استعاذك منه عبدك ونبيك وحبيبك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മുടെ ഈ മഹനീയ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇല്യാസ് ഉസ്താദ്, ഈ മദ്രസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ്, ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തിലായി നോമ്പുകാരായിട്ടാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. വലിയൊരു ലക്ഷ്യത്തിലും ആഗ്രഹത്തിലുമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മുൻഗാമികൾ നമ്മളിന്ന് ഇത്രയും നല്ല സുഖത്തിലും സൗകര്യത്തിലും ഈ ശീതീകരിച്ച മസ്ജിദിൽ നമ്മളുടെ സുഖകരമായി ഇരുന്ന് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഇതിനു പിന്നിൽ കഴിഞ്ഞുപോയ ഈ മസ്ജിദ് ഈ നിലയിലായിത്തീരുന്നതിന് വേണ്ടി അധ്വാനിച്ച, കഷ്ടപ്പെട്ട
ഒരുപാട് മഹത്തുക്കളുണ്ട്. ഒന്നുമല്ലാതെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഓണം കേറാൻ മൂലയായി കിടന്നിരുന്ന ഈ ഒരു പ്രദേശം ഈ അനുഗ്രഹീത മസ്ജിദും മദ്രസയും ഇവിടെ വന്നതോടുകൂടി ഇന്ന് ലോകം അറിയപ്പെട്ട ഒരു സ്ഥലമായി, ഒരു പ്രദേശമായി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. ഈ നിലയിൽ ഇത് എത്തിച്ചേരുന്നതിന് പിന്നിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. അവരിൽ പലരും ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായ, റഹ്മത്തിലേക്ക് യാത്രയായവരുണ്ട്. ഈ ഭൂമി ഇതിനു വേണ്ടി വഖഫ് ചെയ്തവർ, ഈ മസ്ജിദും മദ്രസയുമൊക്കെ ഈ നിലയിലായിത്തീരുന്നതിന് വേണ്ടി ശാരീരികമായി, സാമ്പത്തികമായി, ദുആ കൊണ്ട്, അതേപോലെ നല്ല നല്ല ഉപദേശങ്ങളുണ്ട്, നല്ല നല്ല നിർദ്ദേശങ്ങളുണ്ട് ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ. അതുപോലെ ഒരു പക്ഷേ ഈ മദ്രസയോ ഈ പ്രദേശമോ ഇന്ന് വരെ കാണാതെ ഈ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ വിദേശങ്ങളിലും മറ്റുമുള്ള, അല്ലെങ്കിൽ പല നാടുകളിലുള്ളവർ, പരിശുദ്ധമായ ഇൽമിൻ്റെ ഒരു സ്ഥാപനം, ഖുർആൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിനെ സഹായിച്ചുകൊണ്ട് ഈ വ്യക്തിത്വങ്ങൾ, അവരിൽ പലരും മൺമറഞ്ഞു പോയിരിക്കുകയാണ്. അവരിൽ ഓരോരുത്തരെയും അനുസ്മരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ നാട്ടുകാരും അതേപോലെ മറ്റുള്ളവരുമായി പലരുമുണ്ട്. അവരെയൊക്കെ പൊതുവായി ഒന്ന് അനുസ്മരിക്കുക, അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക എന്നുള്ളത് നന്ദിയുള്ള ദാസന്മാരായ നമ്മുടെ ബാധ്യതയാണ്. ജനങ്ങളോട് നന്ദി കാണിക്കുന്നവനാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവൻ. അതുകൊണ്ട് നമ്മുടെ നന്ദിയുടെ ഭാഗമാണ് ഇവരെ അനുസ്മരിക്കുക എന്നുള്ളതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ ചില റിലീഫിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ നമുക്കിടയിലുള്ള സ്നേഹവും ഐക്യവും ബന്ധവുമൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹ നോമ്പ് തുറയുമൊക്കെയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു ഇതെല്ലാം പ്രയോജനപ്രദമാക്കി തീർക്കുമാറാകട്ടെ, ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഈ മഹനീയ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നയിച്ചുകൊണ്ട് സംസാരിക്കാനിരിക്കുന്ന ആദരണീയ ഉസ്താദുമാർ, അള്ളാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ആദരണീയ ഈ മഹനീയ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്, മദ്രസയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്ന് നമ്മുടെ ഈ അനുസ്മരണ സദസ്സ്, അതിൽ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ആദരണീയ ഉസ്താദ് അബ്ദുൽ ഷക്കൂർ ഖാസിമി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. നമ്മുടെ മദ്രസയുടെ സഹായിയും നമ്മുടെ മദ്രസയിലെ എല്ലാമായ ബഹുമാനപ്പെട്ട നൂർ മുഹമ്മദ് മാമ അതിനു മുമ്പായി 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏകദേശം 1 കൊല്ലത്തോളമായി ഞാനിവിടെ വന്നിട്ട്. ഞാൻ വരാൻ കാരണം എനിക്ക് സന്താനഭാഗ്യം ഉണ്ടായില്ല, എൻ്റെ ഭാര്യ മരിച്ചുപോയി. പക്ഷേ എനിക്കിവിടെ ധാരാളം മക്കളെ കിട്ടി. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള മക്കളെ എനിക്ക് കിട്ടി. സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നോട് നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ധാരാളം മക്കളെ കിട്ടി. അപ്പോൾ എന്നോട് എൻ്റെ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ദാറുൽ അൽസിയാമയിൽ നിങ്ങൾ പോകും, നിങ്ങളെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട്, അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ വന്നതാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, ദാറുൽ അൽസിയാമയ്ക്ക് ഒരു ഏകദേശം വർഷങ്ങളായി. 2011 ഞാൻ ഈ ദാറുൽ അൽസിയാമയ്ക്ക് വേണ്ടി ദുബായിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അന്നും അതിൻ്റെ ഇന്നും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പടച്ചവൻ്റെ കൃപയാൽ ഇന്ന് നല്ല രീതിയിൽ എല്ലാ തരത്തിലുള്ള ഇതും ഒരു AC സംവിധാനമുള്ള പള്ളിയും സൗകര്യങ്ങളും എല്ലാം ആയിക്കഴിഞ്ഞു. ഇനിയും ധാരാളം വർക്കുകൾ ബാക്കിയുണ്ട്. അതെല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും സഹകരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാക്കാലും എൻ്റെ ഇതാലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. കൂടാതെ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തെ മുഴുവനും വിളിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. ആ സമൂഹ നോമ്പ് തുറ
സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഇത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങളോട് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വരാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ വരും എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനം ഈ വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജമിയത്തുൽ ഉലമാ ഹിന്ദ് സംസ്ഥാന ട്രഷറർ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി ജലാലിയ അവർ കുറഞ്ഞ വാക്കുകളെ ആശംസകളാണ്. അതിനുവേണ്ടി ആദ്യം ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ മുൻകഴിഞ്ഞു പോയ നമ്മുടെ കാരണവന്മാരെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അതിനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്രായത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകൾ പോവുകയാണ്. ഇന്ന് ഇവിടെ നാം ഓതിയ ഖുർആനും മറ്റ് സിക്റുകളും ആ കഴിഞ്ഞുപോയ നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളൊക്കെ ഈ ദീനിൻ്റെ മാർഗത്തിൽ നിലനിൽക്കാനും ഉറച്ചു നിൽക്കാനും കാരണം അവരാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി കൊല്ലം, അദ്ദേഹം ബഹുമാനപ്പെട്ട അബ്ദുൽ ഷുക്കൂർ അൽ ഖാസ്മിയുടെ ദീനുമായിട്ടുള്ള ബന്ധത്തിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷുക്കൂർ മൗലയുടെ ഉമ്മ അവർകൾ, അതേപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ദീനിൻ്റെ മാർഗത്തിൽ വളരെയധികം ത്യാഗപരിശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് ഇന്നിവിടെ അദ്ദേഹം ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവരുടെ ആ പരിശ്രമങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന രീതിയിൽ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സ്വർഗീയ ജീവിതം ഏറ്റവും ഉയർന്നതാക്കുമാറാകട്ടെ. ഇപ്പോൾ ഇരിക്കുന്ന നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അവരെയൊന്നും അറിയില്ല. അവരെ ത്യാഗങ്ങൾ നിസ്സാരമല്ല. എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് അവരെ പല ഭാഗത്തു നിന്നുമുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ അന്ന് ഈ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹു തആല അവരെയും അവരുടെ പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകളെയും ദീനിൻ്റെ ദായികളാക്കി നിലനിർത്തുമാറാകട്ടെ. നമ്മളെയും നമ്മളുടെ മക്കളെയും അല്ലാഹു തആല ആ രീതിയിൽ നിലനിർത്തുമാറാകട്ടെ. ഇതിനുവേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഉസ്താദന്മാർ, ബാക്കി അഭ്യുദയകാംക്ഷികൾ, അവരെയും അവരുടെ കുടുംബാദികളെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ ദീനിൻ്റെ അവസ്ഥയും ദീനിയായ ആളുകളുടെ അവസ്ഥയും അല്ലാഹു തആല എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും നന്നാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിരോധികളെയും ശത്രുക്കളെയും അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹിദായത്ത് നൽകട്ടെ. അല്ലെങ്കിൽ അവരെ ഷർറുകളിനെയും ദീനിനെയും ദീനിൻ്റെ ദായികളെയും എല്ലാവരെയും അല്ലാഹു കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുസമദ് ഹാജിയാരാണ്. സയുടെ വൈസ് ചെയർമാനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാം നമ്മുടെ നാട്ടുകാരൻ. അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ വരുന്നതിന് വേണ്ടി ഷുക്കൂർ ഉസ്താദ് ഒരു ചെറിയ മദ്രസ തുടങ്ങാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അഹമ്മദ് കുഞ്ഞിനോട് അല്പസ്ഥലം ആവശ്യപ്പെടുകയും അദ്ദേഹം അല്പസ്ഥലം വരണ്ട, എൻ്റെ ഷെയറിലുള്ള മുഴുവൻ സ്ഥലവും ഷുക്കൂർ ഉസ്താദ് ഇവിടെ മദ്രസ നടത്താൻ വിട്ടുതരാമെന്ന് സംബന്ധിച്ച് എഴുതി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ചെറുതായി ആരംഭിച്ച മദ്രസയാണ് ഇന്ന് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വളരാൻ സാധിച്ചത്. പടച്ചവൻ ഇനിയും കൂടുതൽ വളർത്തുമാറാകട്ടെ. ഇന്ന് നമ്മളിവിടെ അനുസ്മരണത്തിന് വേണ്ടി മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി ദിക്റും ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും എൻ്റെ സുഹൃത്ത് അഹമ്മദ് ഡോക്ടർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം സാധിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹനീയ മജ്‌ലിസ് ഉദ്ഘാടനം ചെയ്തതിനുവേണ്ടി ആദരണീയ ഉസ്താദ്, നമ്മുടെ മദ്രസയുടെ ഗുണകാംക്ഷിയും
ഒക്കെയായ ഉസ്താദ് അബ്ദുസ്സലാം ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അതിഥികൾ ഇരിക്കുന്നവർക്ക് അജ്മൽ ഇരിക്കുന്ന കസേര ഇരിക്കുക, യാതൊരു കുഴപ്പമില്ല. പ്രായമുള്ളവർക്ക് കസേര ഇരിക്കുക, അതുപോലെ മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കസേര സന്തോഷത്തിൽ ഇരിക്കുക, യാതൊരു കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. وقال شفيعنا رسول الله صلى الله عليه وسلم: من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه أو كما قال شفيعنا رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉസ്താദുമാരെ, മനസ്സിൻ്റെ കുളിർമയാകുന്ന ഖുർആൻ മനനം ചെയ്യുന്ന ഹാഫിളീങ്ങളാകുന്ന കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ, ദീനി കൂട്ടുകാർ, ദീനിൻ്റെ വഴിയിലെ പരിചയക്കാരും ആത്മീയ സ്നേഹിതന്മാരും അവരുടെ കുടുംബാദികളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന പുണ്യമായ ഒരു മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമധേയത്തിൽ ഇതിനെ തുടക്കം കുറിച്ചതായി അറിയിക്കുകയും നമ്മളുടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാര്യവും കാരണങ്ങളുമൊക്കെ വിശദമായി ഇവിടെ വിശദീകരിക്കപ്പെടുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു മജ്ലിസാണ്. നോമ്പുകാരാണ്. നോമ്പുകാരുടെ ഈ സമയത്തെ വളരെ വിലയേറിയ സമയം സ്വകാര്യമായ ദുആയ്ക്കും ദിക്റിനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൻ്റെ നിദാനമായ അടിസ്ഥാനപരമായ വിജയത്തിന് കാരണക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളതാണ് നമ്മളുടെ മാതാപിതാക്കന്മാർ, കുടുംബാദികൾ, ഉസ്താദുമാർ, ദീനി സ്നേഹികളായ കൂട്ടുകാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഴിയിൽ നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ച് കടന്നു വരുമ്പോഴാണ് ഇതിൻ്റെ ആഴവും ഇതിൻ്റെ വ്യാപ്തിയുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ആ നിലയിലുള്ള ഒരു മനസ്സിലാക്കലോ അല്ലെങ്കിൽ മുന്നോറുകളെ ഓർക്കുകയോ ചെയ്യുന്ന ഒരു പതിവ് തന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ആ വിഷയത്തിൽ ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി ഓർക്കാറുള്ള ഒരു കാര്യമാണ്, ഓച്ചറ ദാറുൽ മദ്രസയുടെ അങ്കണത്തിൽ വരുമ്പോൾ മുന്നോറുകളെയും അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളെയും ഒന്നിച്ചു കൊണ്ടുപോകണം. അത് ഏത് സിദ്ധാന്തത്തിലുള്ളവരാണെങ്കിലും ആശയവും ആദർശവും മതവും
എന്തായിരുന്നാലും മനുഷ്യനാണോ? മനുഷ്യ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകണം. ഒരാളും മാനസികമായി അകന്നു നിൽക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഇഷ്ടപ്പെടുന്നയാളല്ല. എൻ്റെ പ്രിയ കൂട്ടുകാരൻ അബ്ദുൽ ഉസ്താദ് അവറുകൾ എപ്പോൾ കണ്ടാലും പറയാനുള്ള ഒരു പരാതി, ചിലപ്പോൾ വിഷമത്തോടുകൂടി പറയാറുള്ളത്, ചില ആൾക്കാർ തമ്മിൽ ഏതെങ്കിലും പിണക്കത്തിലാണെങ്കിൽ അവരെങ്ങനെ യോജിക്കാൻ കഴിയും, അവരെ എങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയും? അതിന് രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധികളൊന്നും കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വളരെ കൊച്ചുപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ നല്ല സമയത്ത് തന്നെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. അതും അള്ളാഹുവിൻ്റെ പരിശുദ്ധവും പരിപാവനമായ ദീനിൻ്റെ വഴിയിലാണ്. ആ കാലഘട്ടം മുതൽ തന്നെ എനിക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഏതായിരുന്നാലും നമ്മളുടെ മുൻഗാമികളായ ആൾക്കാരെ സ്മരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് നൽകേണ്ട ഹക്കുകൾ വീടിക്കൊടുക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഇന്നത്തെ സമൂഹം വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ്. ഇത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ കാലഘട്ടം എങ്ങനെയാണ്, സന്ദർഭം എങ്ങനെയാണ്, സാഹചര്യം എങ്ങനെയാണ്, അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തെങ്കിലേ പതിയാകൂ എന്ന് പറയുന്നത് സന്ദർഭോചിതമായ ഒരു സാഹചര്യമാണെങ്കിൽ പോലും ദീനിനോടുള്ള വലിയ ആദരവും സമൂഹത്തിനോടുള്ള വലിയ അക്രമവുമാണ് ആ ഒരു ധാരണ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലെ കണ്ണോടിച്ചാൽ വാപ്പയ്ക്ക് മകനുമായി, ഉമ്മയ്ക്ക് മകളുമായി, മാതാപിതാക്കൾക്ക് മക്കളുമായി, മുതിർന്ന സഹോദരങ്ങൾക്ക് ഇളയവരുമായി, സമൂഹത്തിൽ മുതിർന്നവരുമായി, സാമുദായിക നേതൃത്വത്തിലുള്ളവരുമായി ഒക്കെ എന്തു ബന്ധമാണെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും സ്വന്തമായ, സ്വതന്ത്രമായ, സ്വകാര്യമായ അവരവരുടേതായ ചിന്താഗതികളിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പ്രകടമായി കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിന് പ്രോത്സാഹനം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. അത് വളരെ അപകടമാണ്, ആപത്താണ്. സമുദായത്തിനെന്ന് മാത്രമല്ല, ലോകത്തിനെന്ന് മാത്രമല്ല, ദീനീയായ രംഗത്തും വളരെ അപകടകരമായ, സുന്നത്തിനോട് വളരെ വിഘാതമായ ഒരു സാഹചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ് വലിയവരെ ബഹുമാനിക്കലും ചെറിയവരോട് കരുണ കാണിക്കലും. ഈ പ്രക്രിയ ലോകത്ത് നടമാടുന്നില്ല എങ്കിൽ ആ സമൂഹം എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമല്ല എന്ന് തന്നെ നിബിധങ്ങൾ ഗൗരവമേറിയ നിലയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലൈസ മിന്ന, വലിയ ആഴമുള്ള വാക്കാണ് ആ വാക്ക്. നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽപ്പെട്ടവനല്ല എന്നൊരു വാക്ക് പറയുന്നത് വളരെ അപകടകരമായ, കാരണം ഒരു സാഹചര്യത്തിലും തങ്ങളുടെ ജീവിത മേഖലകളിൽ ഒരാളെയും തങ്ങളുടെ പക്ഷത്തു നിന്നും മാറ്റി നിർത്താൻ പരിശ്രമിക്കുന്നവരെന്ന് മാത്രമല്ല, തങ്ങൾ ഏത് നിലയിലും അവരെ അടുപ്പിച്ചു നിർത്താൻ വേണ്ടി എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിബിധങ്ങളുടെ ആ മാനസികമായ ചിന്താഗതിയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, സമൂഹത്തിന്റെ പിറകെ കൂടി സമൂഹത്തിന്റെ ജീവിതത്തിൻ്റെതായ ഉയർന്ന നിലവാരങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹം ആ വഴിയിലേക്ക് വരാതിരിക്കുമ്പോൾ തങ്ങളുടെ മാനസികമായ വേദനയും പ്രയാസവും അല്ലാഹു മനസ്സിലാക്കിയിട്ട് തങ്ങളെ തന്നെ തങ്ങൾ നശിപ്പിച്ചു കളയുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ പ്രയത്നിച്ചിരുന്നു, പരിശ്രമിച്ചിരുന്നു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിബിധങ്ങളുടെ സുന്നത്തിനോട് വലിയ വിഘാതമാണ് ആ ചിന്താഗതി, അപകടകരമാണ്. ഈ ലോകത്തിന്റെ നാശത്തിന് വേറെ ഒരു കാരണവും വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇന്ന് നമ്മളുടെ മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ, ആലോചിക്കാൻ, നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാരോടുള്ള മശൂറ ചെയ്യാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇന്ന് ഹനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ഗതികളിലും ചിന്താഗതിയിലും ആശയങ്ങളിലും ആദർശങ്ങളിലുമായി മുന്നോട്ട് പോകുന്ന ഈ അപകടം ഉമ്മത്തിന്റെ കൂട്ടായ്മയെ തകർക്കുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമാകുന്ന കാര്യമാണ്. അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. വളരെ അപകടകരമായ ഒരു മേഖലയാണ്.
അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ എല്ലാ സമയത്തും ഉമ്മമാരെ മരണപ്പെട്ടു പോയവരാണെങ്കിലും അവരെ ഓർക്കുന്നു. ഈ പരിശുദ്ധവും പരിപാവനവുമായ ഇൽമിന്റെ വഴിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ, ഈ വഴിയിൽ നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ ആ ഉമ്മമാരുടെ നിർദ്ദേശമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് 2 ഉമ്മമാരുടെ സ്ഥാനത്താണ് ഉസ്താദ് അവരുടെ ഉമ്മ എന്നോട് പെരുമാറാറുണ്ടായിരുന്നത്. ഏത് സമയത്തും വളരെ കൃത്യമായ നിലയിൽ, വളരെ സ്നേഹത്തോടുകൂടി, സ്വന്തം മകനോട് കാണിക്കുന്ന സ്നേഹ ബഹുമാനത്തെക്കാൾ കൂടുതലായിട്ടാണോ ആ ഉമ്മ എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്ന് എനിക്ക് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ നിലയിൽ നമ്മളെ ലാളിച്ചു, നമ്മളോട് കരുണ കാണിച്ചു. അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു ദിവസമെങ്കിലും മിക്കവാറും ഉസ്താദിന്റെ ഉമ്മയെ ഓർക്കാത്ത ദിവസം എനിക്ക് കുറവാണ്. എൻ്റെ ഉമ്മയും അതേ പ്രകാരം തന്നെയാണെങ്കിൽ പോലും എല്ലാ ദിവസവും ആ സമയത്ത് പരിശുദ്ധമായ ഇൽമിന്റെ വഴിയിൽ, ദീനിന്റെ വഴിയിൽ ആ മകന്റെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും ഉമ്മയുടെയും മാനസികമായ അവസ്ഥ അതായിരുന്നു. ആരുമായി പിണങ്ങിക്കഴിയുന്നത് ഉമ്മയ്ക്കും ഉസ്താദിന്റെ ഉമ്മയ്ക്കും വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. എല്ലാവരെയും അടുത്ത് പിടിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരായി ചെല്ലുന്ന എല്ലാവരോടും സ്വന്തം മക്കളെ പോലെ അവരുടെ കാര്യങ്ങളെ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി, അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ദുനിയായ ദീനിയായ മുഴുവൻ കാര്യങ്ങളിലും വളരെ അഭിമാനത്തോടുകൂടിയും വളരെ കരുണയോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും നമ്മളോട് പെരുമാറിയതാണ്. ഉപ്പയും അപ്രകാരം തന്നെയാണ്. സമീപത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹു ഖബറിനെ വിശാലമായി കൊടുക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ഉയർന്ന പ്രകാശം ആ ഖബറിലേക്കും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ പരിശുദ്ധമായ ദീനി കലാലയത്തിനെ സംബന്ധിച്ച് എൻ്റെ പ്രിയ സ്നേഹിതൻ അബ്ദുസമദ് സാഹിബ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ രോമാഞ്ചം കൊണ്ടുപോയി. ഉസ്താദും ഷുക്കൂർ ഉസ്താദും അലിയാർ മൗലവി, കാളിയാർ അലിയാർ മൗലവി, VH അലിയാർ മൗലവി, അതുപോലെ തന്നെ ചില പ്രവർത്തകരുമായിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഓച്ചിറ ടൗണിൽ വരും. ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം എല്ലാ ഗ്രാമങ്ങളിലായി ഓരോ വഴിത്താരകളിലുമായി അവർ നടന്നു വരുമായിരുന്നു. ഗസ്റ്റ് നടത്താൻ വേണ്ടി, ഖുസൂസിയായി ഗസ്റ്റ് നടത്താൻ വേണ്ടി. ഇഷ്റാഖ് വരെയും ആരെയും അനുവദിക്കത്തില്ല, മദ്രസയിൽ നിന്ന് പുറത്തു പോകാനൊന്നും അനുവദിക്കത്തില്ല. ഈസാ ഉസ്താദ് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഇവരുടെ ആവശ്യപ്രകാരം ഡോക്ടർ സാഹിബും അതുപോലെ തന്നെ മറ്റു ചില പ്രവർത്തകർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തങ്ങൾ, അതുപോലെയുള്ള 1-2 പ്രവർത്തകരുണ്ടായിരുന്നു. അവർ വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും. ഇഷ്റാഖ് കഴിഞ്ഞിട്ട് കായംകുളത്ത് അബ്ദുൽ ഖാദർ സാഹിബ്, അദ്ദേഹത്തിന്റെ കൂടെയാണ് മിക്കവാറും വരാറുള്ളത്. അള്ളാഹു താല സ്കൂട്ടറിനകത്ത് അള്ളാഹു കബൂലിയത്ത് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും സ്വന്തം മക്കളോട് പെരുമാറുന്നത് പോലെയാണ് അദ്ദേഹം പെരുമാറാറുള്ളത്. അങ്ങനെ വന്ന ഈ ഓച്ചിറ പ്രദേശത്തിലെല്ലാം വരുമ്പോൾ ഒരു കാലയളവിൽ ഒരു ജമാഅത്തായിട്ടാണ് ആദ്യമായിട്ട് ഈ പള്ളിയിൽ, ഈ ചെറിയ ഭവനമാണെങ്കിലും വന്നെത്തുകയും കാണുകയും അതെല്ലാം ഇന്നിത്ര വിശാലമായ നിലയിൽ സ്വർഗീയ പൂന്തോപ്പുകളായി ചിത്രീകരിക്കാനുള്ള സാഹചര്യം ലഭിച്ചു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇതെല്ലാം അള്ളാഹുവിന്റെ കരുണയാണ്. എന്തിന്റെ പേരിലാണ് ഇത് കിട്ടിയത്? അവരെ സ്മരിക്കുന്നു, അവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുന്നു. പ്രത്യേകമായ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും വെച്ചില്ല എങ്കിലും ഓരോ മജ്ലിസിലും, ഇവിടെ നടക്കുന്ന ഓരോ മജ്ലിസിലും ഉസ്താദിന്റെ ആത്മാർത്ഥമായ ചിന്താഗതി ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നന്മ കൊണ്ടാകണം, ലോകത്തെല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതോടുകൂടി തന്നെ കുടുംബാദികളിലും വേണ്ടപ്പെട്ടവരിലും ദീനിനു വേണ്ടി പ്രവർത്തിച്ച ഉസ്താദന്മാരെ മറന്നു കളയില്ല, കുടുംബാദികളെ മറന്നു കളയില്ല. ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ കുടുംബാദികളാരെങ്കിലും മരണപ്പെട്ടാൽ, അവരുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടാൽ അവരെ മറക്കില്ല. ഏതൊരു ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ആരുടെയൊക്കെ ഈ യാത്ര ഉണ്ടാകുന്നു അവരെ എല്ലാം ആ ഗ്രന്ഥത്തിന്റെ അവസാനം ഓർക്കാറുണ്ട്. അതൊക്കെ വലിയൊരു ഓർമ്മയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാരമായ കാര്യമല്ല. ഈ ഓർമ്മ തീർച്ചയായും ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു തആല മുന്നോറുകളായ ആൾക്കാർ അവർ അവരുടെ ദീനിനെയും അവരുടെ ദുനിയാവിനെയും സംരക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് വിറച്ച് ജീവിച്ച് കഴിഞ്ഞുകൂടി അവരുടെ ചിറകിന്റെ ഉള്ളിൽ തന്റെ മക്കളെയും കുടുംബാദികളെയും ഒതുക്കി നിർത്തി വളർത്തിക്കൊണ്ടുവന്നു.
ഇന്ന് നമുക്ക് നമ്മളുടെ ചിറകിന്റെ ഉള്ളിൽ വേണ്ട നമ്മളുടെ വീക്ഷണത്തിലെങ്കിലും മക്കളെ ഒതുക്കി നിർത്താൻ കഴിയുന്നുണ്ടോ? അവർ അവരുടെ പാട്ടിന്, ഞങ്ങളുടെ സ്വാതന്ത്ര്യ ജീവിതത്തിന് എന്ന് പറയുന്ന ചിന്താഗതി. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവർ എന്നിൽപ്പെട്ടവനല്ല എന്ന നിബിധങ്ങളുടെ വാക്കിന്റെ ആഴം ഉമ്മത്തിൽ നിന്ന് വളരെ കൂടുതൽ ചിന്തിക്കണം. എല്ലാ മേഖലയിലുള്ളവരും, ഉസ്താദുമാരും ശിഷ്യന്മാരുമാണെങ്കിലും, മാതാപിതാക്കളും മക്കളുമാണെങ്കിലും, സഹോദരങ്ങളും തമ്മിലാണെങ്കിലും, അയൽവാസികളും തമ്മിലാണെങ്കിലും, ഏത് മേഖലയിലുള്ള ഒരു ജമാഅത്തിന്റെ ഭരണ സംവിധാനത്തിലുള്ള ആൾക്കാരാണെങ്കിലും, രാജ്യം ഭരിക്കുന്നവരാണെങ്കിലും, പഞ്ചായത്ത് മെമ്പറാണെങ്കിലും, നമുക്കെല്ലാം അറിയാമല്ലോ. പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ ചോദിച്ചു നോക്കിയാൽ ഒരാൾ പോകുന്നതിന് പകരമായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി കൊടുത്ത് വിട്ടിട്ട് സദസ്സിൽ മധ്യസ്ഥ വഹിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എനിക്കൊക്കെ ഓർമ്മ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ വാപ്പായും അതുപോലെയുള്ള കുടുംബാദികളൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആള് പോകില്ല, പക്ഷെ ആ ആളിന്റെ കയ്യിൽ താൻ ഉപയോഗിക്കുന്ന വടി കൊടുത്തു വിട്ടിട്ട് മധ്യസ്ഥ വഹിച്ച് കാര്യം പരിഹരിച്ചു കൊണ്ടുവന്ന ഒരു സമൂഹമാണ്, ആ തലമുറയാണ്. ഇന്ന് എവിടെ പോയി അതെല്ലാം? ഇന്ന് ആരെ അംഗീകരിക്കുന്നു, ആരെ ബഹുമാനിക്കുന്നു? എന്നിട്ട് നമ്മൾ പറയുന്നു കാലം ഇതാണ്. വല്ലാഹി ഇത് നമ്മുടെ അപകടമാണ്, ആപത്താണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം, അവരെ സ്നേഹിക്കാൻ പഠിക്കണം, അവരെ ആദരിക്കാൻ പഠിക്കണം, മുന്നോറുകളുടെ ഹക്കുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനേറെ പറയണം, നമ്മളുടെ ഇൽമിന്റെ ഈ വഴിയിലുള്ള എല്ലാ ഓരോ മേഖലകളും സനത് ചെന്നെത്തുന്നത് ഇവിടെയാണ്. മുന്നോറുകളെ ആദരിക്കുന്നതിൻ്റെയും അവരുടെ സിൽസിലയും അവരുടെ പരമ്പരയും പഠിപ്പിക്കുന്നതിൻ്റെ പേരിലല്ലേ? 500ഓളം പരമ്പരകൾ പഠിച്ചിട്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ സഹീഹ് ബുഖാരിയുടേതായ പരമ്പര രൂപീകരിക്കുന്നത് പറയുമ്പോൾ എത്ര ആഴമേറിയ ദീനിന്റെ ഗൗരവമേറിയ വസ്തുക്കളാണ്. ദീനിന്റെ ഗൗരവം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുന്യാവിന്റെ സാഹചര്യങ്ങളും ലോകത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും അപകടത്തിലായി പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ മജ്‌ലിസുകളാണെങ്കിലും ഇത് മനസ്സിന്റെ വികാരമാണ്, ഓർമ്മയാണ്, പുതുക്കലാണ്, ബന്ധുക്കളെ ഓർക്കലാണ്, മുതിർന്നവരെ ആദരിക്കലാണ്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവിടെ പറഞ്ഞ എല്ലാ മഹത്തുക്കളും, മുഹമ്മദ് ഹാജി ഉസ്താദിന്റെ മാമയാണെങ്കിൽ പോലും ആദ്യമായിട്ടൊക്കെ ദീനിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ വളരെ വിളിച്ച് അടുത്തിരുത്തി വളരെ ലോഹ്യത്തോടുകൂടി യഹിയ ഹാജിയും അതുപോലെയുള്ള മക്കളെയോട് പെരുമാറുന്നത് പോലെ തന്നെ നമ്മളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടങ്ങളെ സ്വർഗീയ ആരാമങ്ങളായി കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും ഉയർന്ന പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ചെറുതാണെങ്കിലും പുണ്യമായ പരിശുദ്ധമായ റമളാനിന്റെ ഈ വിശാല വിസ്തൃതമായ നോമ്പ് തുറയുടെ ഈ സമയത്തുള്ള ഒരുമിച്ച് കൂടിയുള്ള കുഞ്ഞുങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും ഹാഫിളത്തുകളുടെയും ഉമ്മമാരുടെയും സഹോദരങ്ങളുടെയും കുടുംബാദികളുടെയും മനസ്സ് ഒന്നിക്കാനുള്ള ഒരു മജ്‌ലിസെങ്കിലും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിനും ഈ ദീനി സ്ഥാപനത്തിനും മേൽക്കുമേൽ അള്ളാഹു ഇസ്സത്തും ഷറഫിയത്തും അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മുന്നോറുകളായ മഹത്തുക്കൾക്കെല്ലാം അള്ളാഹു ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ആരാധനാലയങ്ങളുടെയും പള്ളിക്കൂടങ്ങളുടെയും എല്ലാം അടിസ്ഥാനപരമായ ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവരെയും സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തി പടച്ചവരിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുക, പടച്ചവരുമായി ബന്ധമുണ്ടാക്കി തീർക്കുക. ഇതിൽ ജനങ്ങൾക്കിടയിൽ, വിവിധ മതസ്ഥർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ശൈലികളെയും മറ്റും കുറിച്ച്. പക്ഷേ ആത്യന്തികമായി എല്ലാ ആരാധനാലയങ്ങളുടെയും അടിസ്ഥാന സന്ദേശം ഒന്ന്, മനുഷ്യനെ പടച്ചവനുമായി ബന്ധിപ്പിക്കലാണ്. ആരാധനാലയങ്ങളുടെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുഴുവൻ മനുഷ്യരെയും പരസ്പരം സാഹോദര്യത്തിൽ ബന്ധിപ്പിക്കലാണ്.
പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ വിവിധ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം നല്ല ബന്ധമുണ്ടാക്കിയെടുക്കൽ. ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യനാണ്, എന്തെങ്കിലും വീഴ്ചകളും ബുദ്ധിമുട്ടുകളും വരും. അതിനെയെല്ലാം പരിഹരിച്ച് പരസ്പരം സഹകരണത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കൽ നിങ്ങളുടെ മതപരമായ ബാധ്യതയാണ്. ആരാധനാലയങ്ങളുടെയും മുഴുവൻ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനപരമായ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ ഇടയ്ക്കിടെ ആദി പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെയും മാതാവായ ഹവ്വാ അലൈഹിസ്സലാമിനെയും സ്മരിക്കാറുണ്ട്. ആ സ്മരണയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലയോ മനുഷ്യ, നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ ഈ ലോകത്ത് ആരുമില്ലായിരുന്നു. ഈ ലോകത്തേക്ക് ആദം വന്നു. പടച്ചവൻ ആദമിന് കൂട്ടാളിയായി ഇണയെയും നൽകി. എന്നിട്ട് അവർ രണ്ടുപേരുടെയും സഹകരണത്തിലൂടെ ഈ ലോകത്ത് മനുഷ്യവംശം പൂത്തുലഞ്ഞ് ഇത്രമാത്രം വിശാലമായ നിലയിലായി. പരിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇന്റെ പ്രഥമ വചനമാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനെ നിങ്ങൾ സ്നേഹിച്ച് ഭയന്ന് ഭയഭക്തിയോടുകൂടി ജീവിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ പടച്ചവൻ പടച്ചത് ഒരു ശരീരത്തിൽ നിന്നുമാണ്. വഖലഖ മിൻഹ, എന്നിട്ട് ആ ശരീരത്തിന്റെ പൂർത്തീകരണത്തിന് പടച്ചവൻ അതേ വിഭാഗത്തിൽ നിന്നും പടച്ചു. സൗജഹ, അതിന്റെ ഇണയെയും പടച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, എന്നിട്ട് അവർ രണ്ടുപേരിലൂടെ പടച്ചവൻ ലോകത്ത് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പരത്തുകയുണ്ടായി. ഈ പരിശുദ്ധ വചനത്തിൽ പടച്ചവൻ അറിയിക്കുന്നു, ലോകത്ത് മാനവരാശി നിലനിൽക്കുന്നത് രണ്ട് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഗുണങ്ങൾ നിങ്ങൾ നിരന്തരം പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും വേണം. ഒന്ന്, എല്ലാവരും പടച്ചവനെ ആരാധിക്കുന്നു, പടച്ചവന്റെ അടിമകളായി കഴിയുന്നു. രണ്ട്, എല്ലാവരും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നു. എല്ലാവരും പരസ്പരം സഹകരണത്തോടുകൂടി കഴിയുന്നു. ഖുർആൻ പറയുന്നു, ഒന്ന് ചിന്തിക്കും, നിങ്ങളുടെ ആദി പിതാവ് ആദം ശ്രീലങ്കയിൽ തന്നെ കഴിഞ്ഞുകൂടി, നിങ്ങളുടെ മാതാവായ ഹവ്വ ജിദ്ദയിലും കഴിഞ്ഞുകൂടി, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ ഒരാൾ വലത്തോട്ടും വേറൊരാൾ ഇടത്തോട്ടും നടന്നു, നിങ്ങളാരും ഉണ്ടാവുകയില്ലായിരുന്നു. എന്നിട്ട് പരമ്പരയായി ഈ ഗുണങ്ങൾ, ഈ രണ്ട് ഗുണങ്ങൾ നിലനിന്നതിന്റെ പേരിലാണ് ലോകത്ത് മാനവരാശി നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരിച്ചുപോയ മുന്നോറുകളെ പറ്റിയുള്ള അനുസ്മരണമാണ്. അവരുടെയും അടിസ്ഥാനപരമായി രണ്ട് ഗുണമാണ്. ഒന്നവർ പടച്ചവനെ ആരാധിച്ചു, പടച്ചവനോട് ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞു. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും നമ്മളുടെ മാതാപിതാക്കളുടെ അവസ്ഥകളിലേക്കൊന്ന് പോയി നോക്കി. ആ പാവത്തുങ്ങൾ ഈ ലോകം അനുഭവിക്കാൻ വലിയ അവർക്ക് സാധ്യതയുണ്ടായിട്ടും പരമ്പരകൾക്ക് വേണ്ടി അവർ മിതത്വത്തോടെ ജീവിക്കുകയും അതുപോലെ തന്നെ വളരെ ഞെരുക്കമാർന്ന ത്യാഗത്തിന്റെ ജീവിതം ജീവിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ അനുസ്മരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി എൻ്റെ ആദരണീയ മാമ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി മർഹൂം അവറുകളാണ്. എല്ലാ റമദാൻ മാസവും ഈ ദിവസം അദ്ദേഹത്തിന് ഒരുക്കത്തിന്റെ ദിവസമാണ്. കാരണം നാളെ മഗ്രിബോടുകൂടി ആരംഭിക്കുന്ന അവസാനത്തെ 10 ഏതാണ്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അവസാനം വരെയും മാമ 10 ദിവസം നിത്യമായി ഇഅ്തികാഫിരിക്കുമായിരുന്നു. ആ ഇഅ്തികാഫിൽ രാവും പകലും വളരെ ആരാധനകളും അതുപോലെ തന്നെ നമസ്കാരാദി കാര്യങ്ങളും ഓതലുകളും ആണ്.
അല്ലാഹു തആല കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നും അൽഹംദുലില്ലാഹ് മാമയ്ക്ക് സാമ്പത്തികമായ ശേഷിയെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ആരെയും അറിയിക്കാതെ പെരുന്നാളിന്റെ രാത്രി ഏതെങ്കിലും ബസ്സിൽ മഹാനവറുകൾ കയറി അദ്ദേഹത്തിന് വീട്ടിൽ കൊല്ലത്ത് വരുമായിരുന്നു. ചിലപ്പോൾ കൊല്ലത്ത് അന്ന് പിറ്റേന്ന് നോമ്പായിരിക്കും, പെരുന്നാളായിരിക്കുകയില്ല. നേരെ മസ്ജിദിൽ പോയി വീണ്ടും ഇഅ്തികാഫ് ഇരുന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഒരു ഭാഗത്ത് പടച്ചവരുമായി ബന്ധം, അതുപോലെ പടപ്പുകളുമായി ബന്ധം. ആദ്യമായി എറണാകുളത്ത് ഇഅ്തികാഫിന് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വന്ന് കാണും. എന്നിട്ട് വലിയ സ്നേഹം പ്രകടിപ്പിക്കും. ഓരോ സാധനങ്ങളും ചോദിച്ചു വാങ്ങും. വളരെ സന്തോഷത്തിൽ കഴിയാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. ഇത് മാമയുടെ മാത്രം കാര്യമല്ല, നിങ്ങൾ എല്ലാവരും ചിന്തിച്ചാൽ ഏതാണ്ട് നമ്മളെല്ലാവരുടെയും മാതാപിതാക്കളുടെ കാര്യം അതാണ്. അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് പടച്ചവനെ, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ അവർ സമ്പന്നതയിലും സന്തോഷത്തിനും കഴിയണമെന്നവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഞാനിപ്പോൾ അടുത്തൊരു ഹൈന്ദവ സഹോദരിയെ കാണുകയുണ്ടായി. അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. മോനെ ഒന്ന് പ്രാർത്ഥിക്കണം, മക്കൾ നിന്ന്. ഞാൻ അവരുടെ കോലത്തിലേക്ക് നോക്കി. എല്ലും തൊലിയുമായിരിക്കുന്നു. അവർ വളരെ പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്നു. പക്ഷെ ആഗ്രഹം, അവരുടെ താല്പര്യം, അവരുടെ സന്താനങ്ങളെ പറ്റിയുള്ള ചിന്ത, അവർ നല്ല നിലയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ പടച്ചവൻ മറ്റൊരു കാഴ്ച കാണിക്കുകയുണ്ടായി. ആശുപത്രിയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് വരിയിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയും തോളിലേറ്റിക്കൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്നു. ഒരു മുസ്ലിയാരാണ്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, ഇതുപോലെ ദീനിയായ മതപരമായ വേഷമുണ്ട്. ഏറ്റവും മുമ്പിൽ അങ്ങേയറ്റം ദാരുണമായ നിലയിൽ ശ്വാസം വലിച്ച് ശ്വാസം മുട്ടോടുകൂടി കഴിയുന്നൊരു തള്ള, അവര് നേരെ പുറകിൽ വന്ന് ഈ മുസ്ലിയാരെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ മുമ്പിൽ പോയി നിൽക്കൽ. വേണ്ട വേണ്ട, അമ്മ അവിടെ തന്നെ നിൽക്കുക, അമ്മ അവിടെ തന്നെ. ഇല്ലില്ല, എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ ശ്വാസം മുട്ടും കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കൽ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു ചിന്തയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ഇന്ന് വലിയൊരു അപകടകരമായ കാഴ്ചപ്പാട് നമുക്കിടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, എനിക്കാരും വേണ്ട, ആരും വേണ്ട എന്ന് പറഞ്ഞ് ഓരോ മതസ്ഥരെയും തള്ളി അവസാനം സ്വന്തം കുടുംബത്തെയും തള്ളി, മക്കളെയും തള്ളി, അച്ഛനെയും അമ്മയെയും തള്ളി, പടച്ചവൻ കാക്കുമാറാകട്ടെ, അവസാനം സ്വന്തത്തെ തന്നെ തള്ളി ആത്മഹത്യാ മുനമ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇന്നത്തെ ലോകത്തിന്റെ ചിത്രമാണ്. പള്ളികളും പള്ളിക്കൂടങ്ങളും പഠിപ്പിക്കുന്നു, പടച്ചവനില്ലാതെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. നിങ്ങളുടെ ഓരോ പ്രഭാതങ്ങളും പടച്ചവന്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ ഓരോ സായാഹ്നങ്ങളും പടച്ചവന്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ ഓരോ ചുവടുകളും പടച്ചവന്റെ കൃപയാണ്, കാരുണ്യമാണ്. പടച്ചവന്റെ താങ്ങലില്ലാതെ, തലോടലില്ലാതെ നിങ്ങൾക്കൊരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നതല്ല. ഒരു തുള്ളി വെള്ളം നിങ്ങൾക്കുള്ളിൽ ഇറക്കാൻ കഴിയുന്നതല്ല. പടച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമ്മുടെ നിരവധി കൂട്ടുകാർ രോഗികളാണ്. അല്ലാഹു അവർക്കെല്ലാം സൗഖ്യവും സമാധാനവും നൽകുമാറാകട്ടെ. പക്ഷേ റമദാനിൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചു, ഉസ്താദെ, കടുത്ത രോഗം, തൊണ്ടയിൽ ചിക്കൻ പോക്സ് വന്നിരിക്കുന്നു, വെള്ളം ഇറക്കാൻ സാധിക്കുന്നില്ല. പള്ളികളും പള്ളിക്കൂടങ്ങളും പഠിപ്പിക്കുന്നു, പടച്ചവന് ഓർമ്മ വേണം, പടച്ചവനെ മറക്കാൻ പാടില്ല. പടച്ചവനോട് അങ്ങേയറ്റം വിനയം കാണിക്കണം, വണക്കം കാണിക്കണം. നിന്റെ ഓരോ നിമിഷങ്ങളും പടച്ചവന്റെ ദാനമാണ്. ഓരോ തുള്ളി വെള്ളവും പടച്ചവന്റെ ദാനമാണ്. ഓരോ ചുവടുകളും പടച്ചവന്റെ ദാനമാണ്. അടുത്തോട്ടിരുന്നുണ്ട് നമ്മൾ അടുത്ത് ചേർന്നിരിക്കാം. അതിലൂടെയും പരസ്പരം സാഹോദര്യവും സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന്, നമ്മളെല്ലാവരും ഈ ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കണം, പടച്ചവനുമായി ബന്ധപ്പെടണം. രണ്ടാമതായി, ഈ മുഴുവൻ ആരാധനാലയങ്ങളും പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പരസ്പരം സാഹോദര്യത്തോടെ നിങ്ങൾ കഴിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളില്ലാതെ ജീവിതമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമില്ലാതെ ജീവിതമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരില്ലാതെ ജീവിതമില്ല.
ഈ മുസ്ലിമീങ്ങൾക്ക് ഞാൻ തുറന്നു പറയുന്നു, ഈ പടച്ചവന്റെ വീട്ടിൽ ഇരുന്ന് പറയുന്നു, ഈ മസ്ജിദും അതുപോലെ ഈ മദ്രസയും ഈ സ്ഥാപനവുമെല്ലാം നിലനിൽക്കുന്നതിൽ ഈ നാട്ടുകാരായ ഹൈന്ദവ ക്രൈസ്തവ സഹോദരീ സഹോദരന്മാരുടെ വലിയ പങ്കുണ്ട്, വലിയ സേവനമുണ്ട്. അവർ മുഖം തിരിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. തൊട്ടപ്പുറത്ത് പെൺകുട്ടികളുടെ സ്ഥാപനമുണ്ട്, അവിടെ ഇപ്പോൾ ഈ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായി അറിയിക്കുകയാണ്, ആ സ്ഥാപനം നിലനിൽക്കുന്നതിൽ അതിന്റെ പരിസരത്തുള്ള അയൽവാസികൾ, അമുസ്ലിം സഹോദരീ സഹോദരന്മാർ വലിയ പങ്കാളികളാണ്. ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾ ആവശ്യക്കാരാണ്. അതുപോലെ ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ജീവിക്കണമെങ്കിൽ അവർക്ക് ക്രൈസ്തവ സഹോദരങ്ങളുടെ ആവശ്യമാണ്. പാരസ്പര്യത്തിലാണ് പടച്ചവൻ ഈ പ്രപഞ്ചത്തെ ഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനൊരിക്കലും അത് വിട്ടു പോകാൻ പറ്റുകയില്ല. നമ്മളിൽ മിക്കവരുടെയും പ്രധാനപ്പെട്ട ഡോക്ടർമാര് അമുസ്ലിം സഹോദരങ്ങളായിരിക്കും. നമ്മുടെ സാധനങ്ങൾ മേടിക്കുന്ന പ്രധാന കച്ചവടക്കാര് ഹൈന്ദവ കച്ചവടക്കാരായിരിക്കും. അല്ലെങ്കിൽ അമുസ്ലിം സഹോദരങ്ങൾ പ്രധാനമായും സാധന സാമഗ്രികൾ വാങ്ങുന്നത് മുസ്ലിം കച്ചവടക്കാരിൽ നിന്നായിരിക്കും. ഇവിടെ ആരും വേണ്ട, ഞാൻ മാത്രം മതി, എന്റെ ആളുകൾ മാത്രം മതി, ഈ ധാരണയുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും? എങ്ങനെ മനുഷ്യന് കഴിയാൻ സാധിക്കും? ഒരു സ്ഥലത്ത് 2 കടകൾ വരികയുണ്ടായി. ഉടനെ നമ്മുടെ മഹാനായ ഗുരുവര്യൻ, മഹാനായ ഉസ്താദ്, ഒന്ന് മുസ്ലിമിന്റെ ഒരു കടയാണ് അടുത്ത് വന്നിരിക്കുന്നത്, പറയുകയുണ്ടായി, വളരെ നല്ലതാണ്, 2 പേര് മത്സരിച്ച് നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മത്സരിക്കട്ടെ. എന്നിട്ട് ഉസ്താദ് ഞങ്ങളെ നിർദ്ദേശിച്ചു, ഒരു കടയിൽ നിന്ന് മാത്രം വാങ്ങാൻ പാടില്ല, നിങ്ങൾ 2 കടകളിൽ നിന്ന് മാറി മാറി വാങ്ങണം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം. ലോകത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. നമ്മളത് പരിശീലിക്കണം. എന്റെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നത് പടച്ചവന്റെ ഔദാര്യമാണ്, ജനങ്ങളുടെ സേവനങ്ങളും സഹകരണങ്ങളും കൊണ്ടാണ്. അതില്ലാതെ എനിക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുകയില്ല. എന്റെ മാതാവ് ജനന സമയത്ത് എന്നോട് ക്രൂരമായി പെരുമാറിയിരുന്നെങ്കിൽ എന്റെ ഉദയം പോലും ഉണ്ടാവുകയില്ലായിരുന്നു. പടച്ചവനവരുടെ നെഞ്ചിലേക്ക് അപാരമായ കാരുണ്യം അള്ളാഹു നിക്ഷേപിക്കുകയുണ്ടായി, എന്നോട് കരുണ കാട്ടി. എന്റെ കുടുംബാദികൾ അതെന്റെ ജീവിതത്തിന്റെ ആവശ്യമാണ്. എന്റെ അയൽവാസികൾ എന്റെ ജീവിതത്തിന്റെ ആവശ്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യം പടച്ചവൻ അറിയിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ പടച്ചവനെ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് പടച്ചവനെ ആരാധിച്ച് ജീവിക്കുന്നു. ആരാധന ജീവിതത്തിന്റെ ഭാഗമാക്കണം. പടച്ചവനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കണം. പടച്ചവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ആരാധനാലയങ്ങൾ പ്രത്യേക ദിവസങ്ങൾക്ക് വേണ്ടിയല്ല, നിരന്തരമായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കഴിയണം. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം സഹകരണത്തിൽ കഴിയണം, സൗഹാർദ്ദത്തിൽ കഴിയണം. പിന്നെ മനുഷ്യനാണ്, ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് വീഴ്ചകൾ വരും. പക്ഷെ അതൊരിക്കലും വലിച്ചു നീട്ടാൻ പാടില്ല. ഏതെങ്കിലും പെരുന്നാളിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷത്തിലാകണം. ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും എന്നോട് നിങ്ങളോടും നമ്മുടെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം ഉദ്ധരിച്ച് വാക്ക് അവസാനിപ്പിക്കുകയാണ്. പരസ്പരം കോപവും അന്ധതയും നിറഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ മഹാനായ പ്രവാചകൻ പറഞ്ഞു, തഹാദു തഹാബബു, നിങ്ങൾ പരസ്പരം ഉപഹാരങ്ങൾ കൈമാറിൻ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. നിങ്ങൾ പരസ്പരം ഉപഹാരങ്ങൾ കൈമാറിൻ. നിങ്ങൾ ആവശ്യത്തിന് ആഹാരം കഴിക്കൻ, നല്ല വസ്ത്രം ധരിക്കൻ, സുഗന്ധം ഉപയോഗിക്കൻ. അതിന്റെ ഒരു ഭാഗം നിങ്ങൾ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ആളുകൾക്ക് കൊടുക്കൻ. നമ്മളിവിടെ കഞ്ഞി ചെറിയ വിതരണം ചെയ്യുന്നു, സേവന സഹായങ്ങൾ ചെയ്യുന്നു, ആളുകളെല്ലാവരും പ്രശംസിക്കുന്നു. സത്യം പറയുകയാണ്, ഇത് നമ്മളാരുടെയും മിടുക്കല്ല, നമ്മളാരും ഒന്നും ചെയ്യുന്നുമില്ല. ഇത് മഹാനായ പ്രവാചകന്റെ ആ ഒരു ഉപദേശം ചെറിയ നിലയിൽ പ്രാവർത്തികമാക്കിയതിന്റെ ഫലമാണ്. നമ്മൾ ആളുകൾക്ക് സേവന സഹായങ്ങൾ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സേവനങ്ങൾ ചെയ്യും. ലാ തഹ്തിറന്ന ജാറത്തുൻ ലിജാറത്തിഹ, ഒരു അയൽവാസിയും മറ്റയൽവാസിയെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവർ നിസ്സാരമായി കാണരുത്. അവർ കൊടുക്കുന്ന വസ്തുവിനെയും നിസ്സാരമായി കാണരുത്. വലോ ഫിർസന ഷാത്തിന്, ആടിന്റെ
കാലിന്റെ എല്ലാണെങ്കിലും അത് കൊടുക്കാനും മടി കാണിക്കാൻ പാടില്ല, അത് വാങ്ങിക്കാനും മടി കാണിക്കാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ധന്യൻ. ആരുടെ സാധനത്തിലേക്ക് നോക്കുകയില്ല, എല്ലാവർക്കും കൊടുക്കാൻ താല്പര്യം. പക്ഷെ ആ മഹാനായ പ്രവാചകൻ ആരെങ്കിലും വല്ലതും കൊടുത്താൽ ഒരു സ്ത്രീ ഒരു വസ്ത്രം കൊണ്ട് കൊടുക്കുകയുണ്ടായി. ഫഖാമ ഇലൈഹ ഫഅഖദ മുഹ്താജൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, എന്നിട്ട് ആവശ്യക്കാരനെ പോലെ അത് വാങ്ങുകയുണ്ടായി. അത് മേടിച്ച് വേറെ ആക്കി കൊടുത്ത് വേറെ കാര്യം, പക്ഷെ വളരെ ആദരവ്. നമ്മൾ പരസ്പരം ആ രീതിയിൽ ഒരു സഹകരണത്തിന്റെ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നു. അതിന് പ്രത്യേക ദിവസങ്ങളും മാസങ്ങളും ഒന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരാധന ജീവിതത്തിന്റെ ഭാഗമാണ്. ദിവസത്തിന്റെ ഭാഗമായതുപോലെ ആളുകൾക്ക് സേവന സഹായങ്ങൾ ചെയ്യൽ, മറ്റുള്ളവർക്ക് വല്ലതും കൊടുക്കൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൽ. പ്രത്യേകിച്ചും നമ്മൾ പഠിക്കേണ്ട പകർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കടകളിലും സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് കുടിക്കാൻ നല്ല സൗകര്യം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി ഏറ്റവും നല്ല ദാനം നല്ല വെള്ളം ജനങ്ങൾക്ക് കൊടുക്കലാണ്. നല്ല വെള്ളം പ്രവാചകൻ അതും പറഞ്ഞു. കൈയിട്ട് ചീത്തയാക്കി അഴുക്കാക്കിയതല്ല, നമ്മൾ നല്ല വാട്ടർ മേടിച്ച് അതിനെ ഭദ്രമാക്കി ജനങ്ങൾക്ക് കൊടുക്കൽ. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് തീരുമാനമെടുക്കൽ. ഒന്ന്, നമ്മൾ ആരാധന നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. രണ്ട്, പരസ്പരം സഹകരണം, സാഹോദര്യം. വല്ല വീഴ്ച വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള ഒരവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന, അതുപോലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. ഞാനൊരു വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ സമാപനത്തിന്റെ സന്ദർഭമായി, നോമ്പ് തുറക്കാനുള്ള സമയമായി. പടച്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ നമസ്കാരത്തിന് ശേഷം ചെറിയ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഈ സമയത്ത് ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും റിലീഫിന്റെ ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പടച്ചവനത് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിൽ നമ്മളുടെ അടുത്തുള്ള തമ്പുരാട്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്നും അദ്ദേഹം അമുസ്ലിം സഹോദരനാണ്. വളരെ സന്തോഷത്തോടെ ഇതിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ഇത് തന്നെ വലിയൊരു തെളിവാണ്. നമ്മൾ മിക്ക സാധനങ്ങളും അവിടെ നിന്നാണ് മേടിക്കുന്നത്. അദ്ദേഹം ഗൾഫിലാണ് കഴിയുന്നത്. ഗൾഫില്ലാതെ എങ്ങനെ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ സാധിക്കും? ഇന്ത്യയില്ലാതെ എങ്ങനെ ലോകത്തിന് ജീവിക്കാൻ കഴിയും? ഇത് മനസ്സിലാക്കാതെ കാണിക്കുന്ന കുഴപ്പങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതിൽ പ്രത്യേക ദുഷിച്ച ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നല്ല. വിഷമുള്ള പാമ്പുകളും ലോകത്തിന് ആവശ്യമാണ്. എന്നാലേ ലോകത്ത് മനുഷ്യന് മര്യാദയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഓരോ പടച്ചവന്റെ സൃഷ്ടികൾക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്, അതിൻ്റെതായ സ്ഥാനമുണ്ട്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവർക്കും അതുപോലെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ വിവിധ സഹോദരങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച്, അതും നമ്മൾ പ്രത്യേക നിയ്യത്ത് ചെയ്യേണ്ടതാണ്. സക്കാത്ത് ഒഴിച്ചിട്ടുള്ള മുഴുവൻ ദാനങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ നിയ്യത്ത് ചെയ്യൽ. അള്ളാഹു അവർക്കെല്ലാം ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഔപചാരിക വിതരണം മാത്രം. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് അവരവരുടെ വീടുകളിൽ പോയി എത്തിച്ചു കൊടുക്കുന്നതാണ്. അവരുടെയും സന്തോഷം. ഇപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സാലിഹിക്കായെ ക്ഷണിക്കുന്നു. ഉസ്താദ് ഹാരി ഉസ്താദ് എടുത്തു കൊടുക്കും. സാലിക്ക അവിടെ വാ. നമ്മളെ കഞ്ഞിയുടെ വിതരണത്തിന് വളരെ ആവേശം കാണിക്കുന്ന വ്യക്തിയാണ്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇല്ലാ സാഹിബ് ഇൻഷാ അല്ലാഹ് അത് കൊടുക്കുന്നു. എടുത്തു കൊടുക്കും. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. മേടിക്കും സാധിക്കും. ജസാക്കല്ലാഹ്. അജയൻ ചേട്ടന് നാസർ ഉസ്താദ് നമ്മളുടെ ബനാത്തിലേക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നായിരുന്നു. അൽഹംദുലില്ലാ ഉടനെ അത് പരിഹരിക്കാൻ നാസർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അജയൻ ചേട്ടൻ ബാബനെ വളരെ സന്തോഷം. നിങ്ങൾ നമ്മളെ മസ്ജിദുകളിലേക്ക് വരണം. എല്ലാവർക്കും ഇത് പെട്ടാണ്. വളരെ സന്തോഷപ്പെടുക. വളരെ സന്തോഷം. നന്ദി. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ എല്ലാ ഖൈറുകളും നൽകുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് അവിടെ ഇരുന്ന് നോമ്പ് തുറക്കാം. വിദ്യാർത്ഥികൾ വളരെ ശാന്തമായിട്ട് എല്ലാവരും പോയി കഴിഞ്ഞ്
നിങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങളുടെ സ്ഥലത്ത് പോയി കഴിക്കണം. ബാക്കി എല്ലാവരും അങ്ങോട്ടിരിക്കും. അതിനുശേഷം ആദ്യത്തെ നോമ്പ് 2 നോമ്പ് തുറയുണ്ട്. 2 തുറ സാധാരണ പാവപ്പെട്ട നോമ്പ് തുറ തന്നെയാണ്. 2 നോമ്പ് തുറയുണ്ട്. ആദ്യം ഇപ്പം നമ്മൾ നോമ്പ് തുറക്കും. എന്നിട്ട് അമുസ്ലിം സഹോദരങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ നിസ്കരിച്ച് രണ്ടാമത് വന്നിട്ട് ആഹാരം കഴിച്ച് സന്തോഷത്തോട് പിരിയാം. പടച്ചോൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റോളൂ.